ഈ വീഡിയോ യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും നെഞ്ച് പിളർത്തുന്നതാണ്. ഒരു ഇടിച്ചി പോലെ ആയിരിക്കും ഇതിനെ അവർ കാണുക എന്നതിൽ സംശയമില്ല. ഇറാന്റെ ഷഹദ് 129 എന്നറിയപ്പെടുന്ന ഡ്രോൺ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ അബ്രഹാം ലിങ്കന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പകർത്തിയതാണിത്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അമേരിക്ക കഴിഞ്ഞ ദിവസം ഇറാന്റെ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായി കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ അബ്രഹാം ലിങ്കൻ കപ്പലിന് മുകളിലൂടെ പറഞ്ഞിരുന്ന ഇറാന്റെ ഡ്രോൺ അമേരിക്കയുടെ F-35 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ഇറാൻ പ്രതികരിക്കുന്നത് ഈ ഡ്രോൺ യഥാർത്ഥത്തിൽ അതിന്റെ ദൗത്യം നിർവഹിച്ച് കൃത്യമായ ചിത്രങ്ങൾ, വീഡിയോകൾ പകർത്തി അത് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അതിലേറെ അത്ഭുതകരമായ കാര്യം, ഈ ഒരു ഘട്ടത്തിൽ നാവികസേനയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഇറാന്റെ തൊട്ടടുത്ത നീക്കം. വീണ്ടും ഇറാൻ സമാനമായ ഡ്രോൺ അബ്രഹാം ലിങ്കന്റെ മുകളിലേക്ക് അയക്കുന്നു, കൃത്യമായി പിക്ചർ എടുക്കുന്നു, തിരിച്ചു പോരുന്നു എന്നത് അത്ഭുതകരമാണ്. ഇവിടെ ഈ മാപ്പിൽ ഇറാന്റെ ധീരമായ ഈ നീക്കത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഡ്രോൺ വെടിവെച്ചിടുന്നു, എന്നാൽ അതിനുശേഷം രണ്ടാമത്തെ ഒരു ഡ്രോണും അമേരിക്കയുടെ കപ്പലുകൾക്ക് മുകളിലൂടെ ചിത്രമെടുക്കുകയാണ്. ഇറാൻ സെൻസ് ആൻ അതർ ഡ്രോൺ ടു മോണിറ്റർ ദ US അബ്രഹാം ലിങ്കൻ ആഫ്റ്റർ ദിസ് US ഷൂട്ട് വൺ ഡൗൺ. ഒരു ഡ്രോണിനെ അമേരിക്ക തകർത്തതിനു ശേഷം രണ്ടാമത്തെ ഒരു ഡ്രോൺ കൂടെ ഇറാൻ അയക്കുകയാണ്. അതിഭീകരമായ രീതിയിൽ തന്നെയാണ് ഇറാന്റെ നീക്കമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ഒന്നുകൂടെ പിന്നോട്ടടിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ദ USS അബ്രഹാം ലിങ്കൻ എയർക്രാഫ്റ്റ് കാരിയർ ഹാസ് പുള്ളഡ് ബാക്ക് അറൌണ്ട് 1400 കിലോമീറ്റർ ഫ്രം ഇറാൻസ് കോസ്റ്റ്. ഇറാന്റെ തീരത്തു നിന്നും 1400 കിലോമീറ്റർ അകലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് ഇറാന്റെ ചില മിസൈലുകളുടെ റേഞ്ചുകൾ മനസ്സിലാക്കിയിട്ടായിരിക്കും അമേരിക്ക ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. എങ്കിൽ പോലും ഇറാന്റെ 2000 കിലോമീറ്റർ ദൂരെ ആക്രമിക്കാൻ പറ്റിയ ആന്റിഷിപ്പ് മിസൈലുകളുണ്ട്. പക്ഷേ ഇത്ര കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ അതിനെ തകർക്കാൻ സാധിക്കുമെന്നതായിരിക്കും അമേരിക്ക കണക്കുകൂട്ടുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദ എയർക്രാഫ്റ്റ് കാരിയർ ഇസ് സ്റ്റിൽ വിത്തിൻ റേഞ്ച് ഓഫ് ഇറാൻ ആന്റിഷിപ്പ് മിസൈൽ വിത്ത് എ റേഞ്ച് ഓഫ് 2000 കിലോമീറ്റർ. 2000 കിലോമീറ്റർ ദൂരെ ആക്രമിക്കാൻ പറ്റിയ മിസൈലുകൾ ഇറാനുണ്ട്. ഇപ്പോഴും അത് ഇറാൻ മിസൈലുകളുടെ റേഞ്ചിനുള്ളിൽ തന്നെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ കൂടുതൽ ദൂരേക്ക് പോകുമ്പോൾ അമേരിക്കക്ക് പിന്നെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. കാരണം യുദ്ധവിമാനങ്ങൾക്ക് പറന്ന് തിരിച്ചെത്താനുള്ള സൗകര്യമുണ്ടായിരിക്കണം. ആ ഒരു സൗകര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യമില്ല. ഒരു 1000 കിലോമീറ്ററിന്റെ ഉള്ളിലേക്ക് എത്തുകയാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം മറ്റൊരു കാര്യം, ഈ അറബിക്കടലിൽ ഇപ്പോൾ ചൈനയുടെ സ്പൈ ഷിപ്പ് നിലനിൽക്കുകയാണ്. ചൈന ഈസ് ഡിപ്ലോയിഡ് എ സ്പൈ ഷിപ്പ് നിയർ ദി US അബ്രഹാം ലിങ്കൻ. ചൈനയുടെ ഒരു ചാര കപ്പൽ ഇപ്പോൾ അബ്രഹാം ലിങ്കന് സമീപം ചൈന വിന്യസിച്ചിട്ടുണ്ട്. വിച്ച് ഈസ് കറന്റ്ലി ഓപ്പറേറ്റിംഗ് നിയർ ഇറാൻ. അത് ഇറാന്റെ തീരപ്രദേശത്തായി, ഇറാനോട് അടുത്ത ഭാഗത്തായി അത് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബീജിംഗ് ഈസ് ക്ലോസ്ലി മോണിറ്ററിംഗ് US മിലിറ്ററി മൂവ്മെന്റ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ എല്ലാ നീക്കങ്ങളെയും കൃത്യമായി ചൈന നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. യൂസിംഗ് സാറ്റലൈറ്റ് ആൻഡ് നാവൽ അസറ്റ്സ്. അവിടെ ചൈന അവരുടെ സാറ്റലൈറ്റുകളും അതുപോലെ തന്നെ കപ്പലുകളും ഉപയോഗിച്ച് വളരെ ശക്തമായ നിരീക്ഷണമാണ്. അമേരിക്കയുടെ ഓരോ ചലനങ്ങളെയും അവർ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇത് പറയുന്നത്. എന്തായിരുന്നാലും ഇറാന്റെ ഭാഗത്തും അതിശക്തമായ രൂപത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. മാത്രമല്ല, ഈ കപ്പലിനെ ലക്ഷ്യം വെക്കാനുള്ള എല്ലാ നീക്കങ്ങളും അതിന്റെ മുന്നോടിയായിട്ടുള്ള ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ, ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇതെല്ലാം ഇപ്പോൾ ഇറാനും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രോണുകൾ ഇപ്പോൾ അബ്രഹാം ലിങ്കന് മുകളിലേക്ക് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നീക്കം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ അബ്രഹാം ലിങ്കൻ ഒന്നുകൂടെ പിന്നോട്ട് 1400 കിലോമീറ്റർ അകലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ നടക്കുന്നതൊന്നും ഇറാന്റെ ഒരു ബോർഡറിലല്ല, ഇറാന്റെ കടൽ മേഖലയിലല്ല, അന്താരാഷ്ട്ര കടൽ മേഖലയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അവിടെ വെച്ചുകൊണ്ട് ഇറാൻ കപ്പലിനെ ആക്രമിക്കുമോ എന്ന ആശങ്ക അമേരിക്കക്ക് ഉണ്ട് എന്നതാണ് ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്.